അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാനിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളുടെ കാഴ്ചപ്പാടുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു, കണ്ടുകഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെയും വിവിധ മേഖലകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, എന്ന് പറയേണ്ട കാര്യമില്ല, സിനിമ ഗാനങ്ങൾ ഉൾപ്പെടെ 1000-ലധികം ഗാനങ്ങൾ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചു നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ നീടങ്ങളിലേക്ക് പൊൻകിരണങ്ങൾ പാകിയ നമ്മുടെ സിന്ധു പ്രേംകുമാറാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് സിന്ധു പ്രേംകുമാറിനെ ഈ പ്രോഗ്രാം ഒക്കെ കൂട്ടിക്കൊണ്ടുപോകും. നമസ്കാരം. നമ്മൾ റംസാനിലൂടെ എന്നൊരു പ്രോഗ്രാമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. റംസാനെ കുറിച്ച് പറയുമ്പോൾ സിന്ധുവിന് റംസാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടി പറയാൻ കഴിയുന്ന അനുഭവം എന്താ? പ്രത്യേകിച്ച് ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കാലിക്കറ്റ്, കോഴിക്കോട്ടുകാരി ആയതുകൊണ്ടായിരിക്കും ധാരാളമായിട്ടുള്ള എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിനും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എനിക്ക് റംസാൻ ഓർക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഓർക്കുന്നത് ശരിക്കും കോഴിക്കോട്ടുകാരുടെ ഭക്ഷണമാണ്. എനിക്ക് ആദ്യമായിട്ടും എനിക്ക് തോന്നുന്നത് വളരെയധികം സൽക്കാരപ്രിയരാണ്. ഈ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർ നമ്മൾക്ക് ഭക്ഷണം തരുന്നതൊക്കെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു സ്നേഹമാണ്. അവരുടെ ഒരു സ്നേഹമാണ് അതിലൂടെയൊക്കെ കാണിക്കുന്നത്. അപ്പം നല്ല നല്ല ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ റംസാനിലുള്ളത്. പിന്നെ ഇതൊരു പുണ്യമാസമാണല്ലോ. അപ്പം എന്താ പറയുക, സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് റംസാൻ എന്നാണ് ഞാൻ അനുഭവിച്ചതൊക്കെ. ഈ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും കൂട്ടുകാരികൾ നോമ്പെടുത്തിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് അവർക്ക് മുമ്പിൽ എന്തായാലും തോന്നിയത്? നോമ്പ് ഒരു 3-4 നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ഫ്രണ്ട് സർക്യൂട്ടിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒന്നും കഴിക്കാൻ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്ന സമയത്ത് ഇവര് മാറിയിരിക്കുക എന്നൊക്കെ പറയുമ്പം, പ്രത്യേകിച്ച് സ്കൂൾ ഡേയ്സ് കുട്ടികളാകുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഇതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചു, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ഒന്ന് ഫാസ്റ്റിംഗ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 ദിവസം അങ്ങനെ നോമ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ വലിയ പ്രോഗ്രാമിന്, അത് മുതിർന്നതിന് ശേഷമാണ് പിന്നെ 2 ദിവസം പിന്നെ എടുത്തത്. അങ്ങനെ ആകെ ഒരു 4 ദിവസം എടുത്ത ഒരു പരിചയം. മുതിർന്ന സമയത്ത് നോമ്പെടുത്തപ്പോൾ നോമ്പ് തുറക്കാനുള്ള എങ്ങനെയുണ്ടായിരുന്നു? അതെന്താ വെച്ചാൽ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയ സമയത്തായിരുന്നു, ദുബായിൽ പ്രോഗ്രാമിന് പോയ സമയത്ത്. അപ്പോൾ അവിടെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണല്ലോ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ സ്പോൺസർ പറഞ്ഞു ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ, ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടല്ല, ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ ഒന്ന് ഒരു കാര്യം ചെയ്യാം, നമ്മളൊന്ന് എടുത്തു നോക്കാം, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അന്ന് നോമ്പെടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അന്ന് നോമ്പ് തുറ എല്ലാരും കൂടി നമ്മളെ പ്രോഗ്രാമിന്റെ എല്ലാരും കൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിശ്വാസപരമല്ലെങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ ചിട്ടാവട്ടങ്ങൾ പാലിച്ചിരുന്നു. ഉദാഹരണത്തിന് ഉമിനീര് മാത്രമേ ഇറക്കാറുള്ളൂ, അങ്ങനെ തന്നെയാണ് ചെയ്തത്. വേറെ വെള്ളമൊന്നും കഴിക്കാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ വൈകുന്നേരം വരെ. അതെ. ഒന്നും ഞങ്ങൾ ഇത് പ്രോഗ്രാമിന് പോയ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയത് പുലച്ചയ്ക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് വെച്ചാൽ അന്ന് തൊട്ടിട്ട് തന്നെ ഞങ്ങൾ എടുത്തു. പിന്നെ ഇതേ സമയത്ത് 6 മണി നിങ്ങൾ വാങ്ങിന് ശേഷമാണല്ലോ അതെ പിന്നെ നോമ്പ് തുറക്കുന്നത്. അങ്ങനെയാണ് അതിന് ശേഷമാണ് ഞങ്ങൾ നോമ്പ് തുറക്കുന്നത്. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അറിയേണ്ടതാണ്, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം, സിന്ധു അങ്ങനെ ഒരു നോമ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അനുഭവം? ഞാൻ ആകെ 2 ദിവസം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അറിവ് വലിയ ആളായതിനു ശേഷം 2 ദിവസം ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ അതിന് ശരിക്കും നമുക്ക് വല്ലാത്തൊരു, ഇപ്പം ഞങ്ങളുടെ സമുദായത്തിൽ ഇപ്പം വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വല്ല പഴങ്ങളോ പാൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ള വ്രതങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എടുത്ത സമയത്ത് ശരിക്കും എനിക്ക് തോന്നുന്നത് മനസ്സിനും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു ഫ്രഷ്നെസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആദ്യമായിട്ട് എടുക്കില്ല, അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കാറില്ലല്ലോ. അതെ, തലകറക്കമല്ല, ഒരു അസ്വസ്ഥത, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു തോന്നലും. പിന്നെ എല്ലാരും കൂടി ആയ സമയത്ത് നമ്മൾ അതിൽ അങ്ങോട്ട് ഇല്ലില്ല, അത് പ്രത്യേകം പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് സൂചിപ്പിച്ചിരുന്നു. എന്താ വെച്ചാൽ നമ്മള് തുറക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അധികം, പിന്നെ
എനിക്കും തോന്നി അങ്ങനെ നമ്മൾക്ക് ഒരു നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ ആർത്തിയോടെ ഒന്നും കഴിക്കാനായിട്ട് സാധിക്കും. ഏതായാലും നമുക്ക് ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ചു നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് സിന്ധു ഏകദേശം മൊത്തത്തിൽ ഒരു 1000-ൽ കൂടുതൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, സിനിമയിലും പാടിയിട്ടുണ്ട്. ഭൂതക്കണ്ണാടിയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യ സിനിമയിലെ ഗാനം എന്ന് തോന്നുന്നു അല്ലേ? ഫിലിം സോങ് ഭൂതക്കണ്ണാടിയാണ് പാടിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ജഡ്ജിയായിട്ട് മൈലാഞ്ചി ഏഷ്യനെറ്റിലെ പാനലിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ മറ്റുള്ള മുസ്ലിം ഭക്തി ഗാനങ്ങൾ, മാപ്പിള ഗാനങ്ങളൊക്കെ പാടിയിട്ടില്ല ഒരുപാട്? ധാരാളം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഞാൻ കാസറ്റിലൂടെയാണ് ആദ്യമായിട്ട് ഈ സംഗീത രംഗത്തേക്ക് വന്നത്. അപ്പം എൻ്റെ രണ്ടാമത്തെ വർക്ക് ജല്ല ജലാൽ എന്ന് പറഞ്ഞിട്ട് മാർക്കോസ് ചേട്ടന്റെ കൂടെയുള്ള ഒരു വർക്കാണ് ഞാൻ ആദ്യമായിട്ട്. ജല്ല ജലാലിലെ ഞാൻ ബാപ്പു വെള്ളിപ്പറമ്പ് സംഗീത സംവിധാനം ലിറിക്സും എഴുതിയ. ബാപ്പുക്ക ശരിക്കും എഴുത്തുകാരനാണ്. ബാപ്പുക്ക സംഗീതം കൂടി ചെയ്തിരിക്കുന്ന വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് വിരുന്നെത്തും എൻ മണിമാരൻ, നിത്യം വിളിച്ചുണർത്തും കളിത്തോഴൻ. വീരുന്നെത്തും എൻ മണിമാരൻ, നിത്യം വിളിച്ചുണർത്തും കളിത്തോഴൻ. വിരൽ നഖം കൊണ്ട് വിരിമാറിൽ നഖചിത്രം എഴുതുന്ന കൂട്ടുകാരൻ, ചിത്രം വരയ്ക്കുന്ന കൂട്ടുകാരൻ. വീരുന്നെത്തും എൻ മണിമാരൻ, നിത്യം വിളിച്ചുണർത്തും കളിത്തോഴൻ. വീരുന്നെത്തും എൻ മണിമാരൻ, നിത്യം വിളിച്ചുണർത്തും കളിത്തോഴൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പാടിയ പാട്ട് ഏതാണ്? ആദ്യമായിട്ട് പാടിയ സിനിമയിൽ എന്നല്ല, ആദ്യമായിട്ട് രംഗത്തേക്ക് വന്ന പാട്ടാണ്. ആദ്യം പാടിയ പാട്ട് എന്ന് പറഞ്ഞാല് പ്രൊഫഷണലി പാടിയ പാട്ടാണോ എന്ന് വെച്ചാൽ, ഞാൻ 4th തൊട്ടിട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ കോമ്പറ്റീഷൻ, അന്ന് നമുക്ക് ഇങ്ങനത്തെ മീഡിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഞങ്ങളുടെ സമയങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ സമയങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ബാലജനസഖ്യം, മനോരമ ബാലജനസഖ്യത്തിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയാ, അന്ന് അങ്ങനെയല്ല, കലാതിലകമായിരുന്നു. ഞാൻ ഇവിടെ സേവക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഖ്യത്തിൽ അംഗമായിരുന്നു. അപ്പം അവിടുന്ന് അതിലെല്ലാ കോമ്പറ്റീഷൻസിലും പദ്യം, അങ്ങനത്തെ ഗ്രൂപ്പ് സോങ്സ്, അങ്ങനെ മ്യൂസിക് സംബന്ധമായിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിക്സ്, അങ്ങനെ എല്ലാത്തിലും പങ്കെടുക്കായിരുന്നു. അപ്പം ഇത് പ്രൊഫഷണലി ഞാൻ ശരിക്കും തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ VT മുരളിയേട്ടൻ്റെ ഒരു പാട്ട് പിന്നെയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത എന്ന് പറഞ്ഞാൽ അത് കവിത രൂപത്തിലല്ല അത് ഇറക്കിയിരിക്കുന്നത്. അത് ട്യൂൺ ചെയ്തിട്ട് മോഹൻദാസ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ട്യൂൺ ചെയ്ത് അത് റിലീസ് ചെയ്ത്, അത് സുഗതകുമാരി, സജീന്ദ്രൻ, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള കുറെ, അതിൽ ഞാൻ 2 പാട്ടായിരുന്നു പാടിയിരുന്നത്. അതിൽ പ്രശസ്തരായുള്ള ആളുകളൊക്കെ പാടി, സിന്ധും പാടി, മുരളിയേട്ടനും ഞാൻ ശരിയല്ലേ? ആദ്യമായിട്ട് എന്റെ ചോദ്യം ഇതായിരുന്നു, ആദ്യമായി പാടിയ പ്രൊഫഷണലി ആദ്യമായി പാടിയ പാട്ട് ഏതായിരുന്നു? അപ്പൊ ആദ്യമായി പാടിയ പാട്ടിലെല്ലാം തന്നെ ഈ പറഞ്ഞ പ്രശസ്തരായ ആളുകളുണ്ടായിരുന്നു. അതിലൂടെ ശരിയല്ലേ സിന്ധും? ശരിയല്ലേ? അല്ല, അത് അങ്ങനെ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രശസ്തയായ നമ്മൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സമീപിക്കാനാണ് നമ്മൾ സമൂഹം ആഗ്രഹിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ റംസാനിലൂടെ സന്ദേശം അതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം പാടിയ പാട്ടിന്റെ വരി ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പാടാം. ചെപ്പിലെ കുറിക്കൂട്ടായി മനസ്സിൽ ചാലിക്കുക, ഇത്തിരി കുട്ടിത്തവും ഏറ്റു കണ്ണീരും നേരും. ചെപ്പിലെ കുറിക്കൂട്ടായി മനസ്സിൽ ചാലിക്കുക, കലമ്പും കമ്പും വെച്ച് കാതലിച്ചിരുന്നാലും തളിർത്തു വെള്ളത്തണ്ടായി മറക്കാൻ വയ്യായകയാൽ. ഇത്തിരി കുട്ടിത്തവും
ചെപ്പിലെ കുറിക്കൂട്ടാൻ മനസ്സിൽ ചാലിക്കുക. ഈ വരികളിൽ തന്നെ ഒരുപാട് കുട്ടിത്തമുണ്ട്. സിന്ധു പാടുമ്പോഴും ആ കുട്ടിത്തം ഇപ്പോഴുമുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇതാദ്യമായി പാടിയ പാട്ടാണല്ലോ, അന്ന് എത്ര പ്രായമുണ്ടോ? അത് പറയണോ? അല്ല, ഇപ്പോഴത്തെ പ്രായമല്ല നമുക്കറിയേണ്ടത്. ഞാൻ പ്രൊഫഷണലി ഞാൻ വരുന്നത് ഇതിലേക്ക് വരുന്നത് ഒരു 19 ഇയേഴ്സിലേക്കാണ്, അതായത് പ്രൊഫഷണലി വരുന്നത് കേട്ടോ. ഈ പാട്ട് പാടുമ്പോൾ എത്ര പ്രായം ഉണ്ടാവും? 19 വയസ്സിലാണ് ഞാൻ ഇത് പാടിയിരിക്കുന്നത്. 19 വയസ്സിൽ നല്ല കുട്ടിത്തോടു കൂടി ഒരു നല്ലൊരു പാട്ട് പാടാൻ കഴിയും. അത് നല്ല ഇത് എന്താന്ന് വെച്ചാല് മുരളിയേട്ടൻ, ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയില് ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പാടാൻ പോയ സമയത്താണ് VT മുരളിയേട്ടൻ എൻ്റെ പാട്ട് കേട്ടിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ വോയിസ്, അപ്പം VT മുരളിയേട്ടൻ ഇങ്ങനെ ഒരു കാസറ്റിലേക്ക് പാടാൻ പറ്റിയ കുട്ടികൾ ആരാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ എന്നെ വിളിച്ച്, അപ്പോഴാണ് സിന്ധുക്കുട്ടിനെ കിട്ടിയത്. അതെ, പാടുന്നത്. അപ്പം അത് പറഞ്ഞ ഷൗക്കത്തിലി പറഞ്ഞ മാതിരി അത് വല്ലാത്തൊരു നമ്മുടെ ആദ്യത്തെ ആ ഒരു തുടക്കം ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം വലിയ ഒരു പാനലിന്റെ കൂടെയാണ് നമുക്ക് വലിയ ആളുകളുടെ കൂടെ നല്ല ധൈര്യത്തിലൂടെയാണ് പോയത്. ഇല്ലല്ല, അയ്യോ ധൈര്യമില്ല കേട്ടോ, വളരെ പേടിയോട് കൂടിയിട്ടാണ് പോയത്. അതായത് പേടി എന്ന് പറഞ്ഞാൽ പാട്ട് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? എന്താ പറഞ്ഞത്? പാട്ട് കഴിഞ്ഞപ്പോൾ മുരളിയേട്ടനൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു പാട്ട്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ അന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ഒരു അനുഭവമൊക്കെ വളരെ കുറവാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലാണ് ഞാൻ ഇതിന് മുമ്പായിട്ട് ശരിക്കും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടുന്നത്. അവിടെ നമുക്ക് ഹെഡ്ഫോൺ ഒന്നുമില്ല, ലൈവായിട്ട് നമ്മൾ ലൈവല്ല, റെക്കോർഡിംഗ് ലൈവാണ്, പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ പോയപ്പം എനിക്ക് ഈ ഹെഡ്ഫോണൊക്കെ വെച്ച് എന്തോ ഒരു സാധനമൊക്കെ വെച്ച മാതിരിയായിരുന്നു ശരിക്കും ആ സമയത്ത്. പേടിയായിരുന്നു. അപ്പം ആദ്യമൊന്നും എനിക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് അതെ അതെ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ലല്ലോ. നമ്മൾ ഫസ്റ്റത്തെ ആദ്യത്തെ അനുഭവമാണല്ലോ. അപ്പൊ പേടിച്ചോണ്ടാ പാടിയത്. പക്ഷെ ഇവരൊക്കെ വലിയൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ ശരിക്കും. മുരളിയേട്ടന്റെയും മോഹൻദാസേട്ടൻ്റെ ഒക്കെ വലിയ സപ്പോർട്ടായിരുന്നു. നമുക്ക് റംസാൻ ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുസ്ലിം ഭക്തിഗാനം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്. ഓക്കെ, ഞാൻ റസൂലിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് പാടാം. റസൂലേ റസൂലേ അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹമ്മദ് നബിയേ റസൂലേ 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 അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹമ്മദ് റബിയേ അഹമ്മദ് നബിയേ റസൂലേ. ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചിരുന്നു. കാരണം വല്ലാതെ ലയിച്ചിട്ട് അങ്ങോട്ട് പാടി. ലയം കഴിഞ്ഞാൽ കാരണം ലായനിയാണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ലിറിക്സ് പോലും ചിലപ്പോൾ മറന്നു. അല്ല, ഇത്തരത്തിലുള്ള കുറേ നല്ല ഗാനങ്ങളുണ്ട് ശരിക്കും മുസ്ലിം ഗാനശാഖയില്. കുറേ തെരഞ്ഞെടുത്ത നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുത്ത ഈ റംസാനിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പാടി ജനങ്ങളുടെ മുമ്പിൽ പ്രേക്ഷകർക്ക് സിന്ധുവിന്റെ ആ പാട്ട് കേൾക്കുന്നവർക്ക് ആനന്ദത്തിലേക്ക് ഒന്നും കൂടെ നയിക്കാൻ വേണ്ടി ഏത് പാട്ടാ കഴിയുക? ഇനി ഏത് പാട്ടാ വേണ്ടത്? റസൂലേ റസൂലേ അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹമ്മദ് നബിയേ റസൂലേ 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 അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹമ്മദ് നബിയേ റസൂലേ. മാണിക്യമലരായ പൂവ് മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യമലരായ പൂവ് മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി.
എന്തൊരു രസമാണല്ലേ. സംഗീതത്തിന് താളാത്മകം മാത്രമല്ല, ആത്മീയപരമായിട്ട് ഒരുപാട് ശുദ്ധീകരണത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. ചില പാട്ടുകൾ ഇപ്പോൾ ഈ സിന്ധു ഈ പാട്ട് പാടിയപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ എന്താണ് അടുത്തത് ചോദിക്കേണ്ടത് എന്ന് പോലും പറഞ്ഞു. കാരണം പാട്ടിൻ്റെ ലയമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പോൾ സിനിമാ ഗാനങ്ങളും പാടിയിട്ടുണ്ടല്ലോ. കാരണം ഒരു ഗായിക എന്ന നിലയ്ക്ക് നമ്മുടെ റംസാനിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഈ മലയാള സിനിമയിൽ ആദ്യമായിട്ട് പാടിയത് ഭൂതക്കണ്ണാടി. അതിൽ ആ സിനിമയിലെ ഒരു 2 വരി പാട്ട്. ഭൂതക്കണ്ണാടിയിൽ ഞാൻ 3 സോങ്സ് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആദ്യം വിദ്യാരൻ സാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റാണ്, അതൊരു പുള്ളേൺസ് പാട്ടായിരുന്നു. ജോൺസൺ മാഷാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീലക്ഷ്മി പാടിയിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ ഒരു സോളോ സോങ്. പിന്നെ കാവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത്. കാവ്യ അന്ന് ചെറിയ കുട്ടിയാണ് ഈ പിക്ചറിൽ. അതിൽ ആ പാട്ട് പാടാം. തലചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം മണിമേട, ഋതുമതിരാവിന് ഞൊറിഞ്ഞൊടുക്കാൻ നല്ല വെണ്ണിലാക്കോടിയും മിന്നും താലിയും. തലചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം മണിമേട, ഋതുമതിരാവിന് ഞൊറിഞ്ഞൊടുക്കാൻ നല്ല വെണ്ണിലാക്കോടിയും മിന്നും താലിയും. തലചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം മണിമേട. സിന്ധു പ്രേംകുമാർ. ഡാഡു എന്നാണ് എന്റെ ഹസ്ബൻഡിനെ അറിയുന്നത് എല്ലാരും. അത് പെറ്റ് നെയിമാണ് പുള്ളി. അപ്പൊ നമ്മുടെ ഡാഡുവിന് വേണ്ടിയിട്ടുള്ള, ഡാഡു ഇഷ്ടപ്പെടുന്ന അല്ല സിന്ധു ആ പാട്ടൊന്ന് പാടും. സിന്ധുവിന്റെ ആ പാട്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഡാഡുവിന് വേണ്ടി പാടുന്ന പാട്ടൊന്ന് പാടും. ഓ ഷുവർ. രവീന്ദ്ര മാഷ്ടെ സംഗീതത്തില് ഞാൻ വടക്കുനാഥനിലെ ഒരു സോങ് പാടിയിട്ടുണ്ട്. അത് ഡാഡുവിന് ഇഷ്ടം, പുള്ളിക്ക് ഇഷ്ടമാണ് ആ പാട്ട്. പാഹി പരം പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ, പാഹി പരം പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ, വരവർണ്ണിനി ശുഭകാമിനിയുമതൻ പതിയേ, വരവർണ്ണിനി ശുഭകാമിനിയുമതൻ പതിയേ, ചന്ദ്രകലാധര സങ്കടനാശക സന്തതമരുളുക നീ, ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ, പാഹി പരം പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ, പാഹി പരം പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ. ഈ മുസ്ലിങ്ങളുടെ എന്ന് പറയാൻ അല്ല അത് ഉപയോഗിക്കേണ്ടത്, ശരിക്കും ഖുർആൻ സമൂഹത്തിന് തന്നെ വന്നിട്ടുള്ള. ഈ ഖുർആൻ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. അത് ഓതുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ ചില ചാനൽസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മള് ഡിവോഷണൽ നിങ്ങളുടെ ചാനൽസ് ദൈവികമായിട്ടുള്ള, അപ്പൊ ഞാനൊന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും സാധനങ്ങൾ, കീർത്തനങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവിക കീർത്തനങ്ങൾ ഖുർആനിലെ ഏതെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? അല്ലെ ചില അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇല്ല, ചൊല്ലിയിട്ടില്ല. ഇപ്പോൾ ദാസേട്ടനൊക്കെ പോലെ ദാസേട്ടനൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ നമുക്ക് ഏറെക്കുറെ ഒരുപാട് അറബ് വാക്കുകൾ നമ്മുടെ പാട്ടുകളിലും വന്നിട്ടുണ്ട് കേട്ടോ. കുറെ അറബ് വാക്കുകൾ ഉൾപ്പെടാറുണ്ട്. അപ്പം നമുക്ക് ചില വാക്കുകളൊക്കെ, അതായത് ഞാൻ പണ്ട് കാലങ്ങളിൽ പാടുന്ന സമയത്ത്, ഇപ്പം അല്ലാഹ് എന്ന് പറയുന്ന സമയത്ത്, പിന്നെ ഖൽബ്, അങ്ങനത്തെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ കുറെ തെറ്റുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതൊക്കെ ഇവര് മ്യൂസിക് ഡയറക്ടേഴ്സും എഴുത്തുകാരും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഒരുവിധം നമുക്ക് അള്ളാഹിനെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഗാനം പാടും. വർഷിക്കും സഹായം മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖികൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. യത്തീമിന്നത്താണ് ഏകിക്കൊണ്ട താഴം, എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം.
ചിത്രേച്ചി പാടിയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ ആദ്യം സ്റ്റേജിൽ നിറയെ പാടിയിട്ടുണ്ട് ഈ പാട്ട്. പിന്നെ എനിക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ചിത്രേച്ചി പാടിയ കുറേ പാട്ടുകൾ, അതായത് എടുത്ത് പാടാൻ ഒരു കാസറ്റിലാക്കിയിട്ട് പാടാനുള്ള ഒരു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പാട്ട് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് ചിത്ര ചേച്ചിയുമായിട്ടുള്ള ടച്ച് ഉണ്ടോ? ചിത്ര ചേച്ചിയുടെ ഒരു പറയാറുണ്ട് റെക്കോർഡിങ്സിനൊക്കെ പോണ സമയത്ത് ആ ഒരു സാമ്യത എവിടെയോ ഉള്ളത് കൊണ്ടാണ്. ചിത്ര ചേച്ചി ലെജൻഡ്. ഞാൻ ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഗായികയാണ് ചേച്ചിയുടെ എല്ലാ വളരെ ഇഷ്ടമാണ് എനിക്ക്. ചേച്ചിയുടെ സിംഗിങ് സ്റ്റൈലാണെങ്കിലും ചേച്ചിയുടെ സ്വഭാവമാണെങ്കിലും രീതിയാണെങ്കിലും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സ്റ്റേജിലാണെങ്കിലും സ്റ്റുഡിയോയിലും ചിരിച്ചുകൊണ്ട് പാടുന്നു. അതെ, വളരെ ചേച്ചി ശരിക്കും നമ്മള് ചേച്ചി അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടുന്നത്. അപ്പം ചേച്ചിക്ക് അറിയാം ഞാൻ എടുത്ത് പാടിയിട്ടുണ്ട് എന്നുള്ളതും അറിയാം. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യം. എവിടെയോ ഒരു ചെറിയൊരു വോയിസ്, ഒരു സാമ്യത, അത്രയേ ഉള്ളൂ. സിന്ധുവിന്റെ വിശേഷങ്ങൾക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സിന്ധു പാടിയതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചുള്ള ഏതെങ്കിലും ഒരു പാട്ട് കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ ഇപ്പം റീസെന്റ് ആയിട്ട് പാടിയിരിക്കുന്നത് ഇപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ടാണ്. അത് റിലീസായിട്ടില്ല. പിന്നെ നിറയെ കാസറ്റ്സ്, ആൽബം വർക്ക്സ് നിറയെ നടക്കുന്നുണ്ട് നമുക്ക്. അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ഈ പാട്ട് പുതിയ പാട്ടല്ല, പക്ഷെ പ്രവാസികളുടെ ഇടയിൽ ഏറ്റവും നമ്മുടെ കത്തുപാട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്, അത് കത്തുപാട്ട് പോലെയല്ല, അതൊരു പുതിയൊരു പാട്ട്. അതായത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, അതായത് അവിടെ ദുബായിലുള്ള ഹസ്ബൻഡിന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് കുറേ പേര് ഇഷ്ടപ്പെട്ടിരുന്നു ആ പാട്ട്. കുറേ ആളുകൾ എന്നെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ഞാൻ തന്നെ പാടിയ പാട്ടാണ്. അത് പാടാം എന്നറിയാം. കര കാണാ കടലിനക്കരെ എനിക്കുണ്ടൊരു പൊന്മുത്ത്, കടലേഴും കടന്നു പോയ കരളായൊരു പൊന്മുത്ത്. അവനെന്റെ കരളാണ്, അവനെന്റെ തുണയാണ്, ഉയിരിന്റെ ഉയിരാണ്, എനിക്കുള്ളൊരു തണലാണ്, അലിവുള്ള മനമാണ്, അവനെന്നിലെ സുഖമാണ്. കര കാണാ കടലിനക്കരെ എനിക്കുണ്ടൊരു പൊന്മുത്ത്, കടലേഴും കടന്നു പോയ കരളായൊരു പൂമുത്ത്. നമ്മുടെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിന്ധുവിന് കിട്ടിയ അംഗീകാരങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നമുക്കറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഈ കിട്ടിയ അംഗീകാരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അംഗീകാരം ഏതാണ്? എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ ഞാൻ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഒരു സംഗീത രംഗത്ത് വന്നതുകൊണ്ട് കുറേ നല്ല നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു സ്നേഹം, നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം മൈലാഞ്ചി പോലുള്ള ഇങ്ങനത്തെ ഏഷ്യനെറ്റിന്റെ ഷോസൊക്കെ ചെയ്ത സമയത്ത് വിഷ്വലിലൂടെ, അതായത് നമ്മളെ നേരിട്ട് കാണാണ്. അപ്പം അവരുടെ വീട്ടിലുള്ള ഒരു കുട്ടി ഇപ്പൊ എവിടെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും വീട്ടിലൊരു അംഗത്തെ പോലെയാണ് പലവരും എന്നടുത്ത് പെരുമാറിയിരിക്കുന്നത്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം വലിയ പെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളിനൊക്കെ സ്ഥിരമായിട്ട് പ്രോഗ്രാമിന് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോഴും അവിടെ പ്രവാസികളുടെ അടുത്തുള്ള ഒരു നമ്മളോടുള്ള ഒരു സ്നേഹം, അതൊക്കെ എന്താ പറയാ, ഒരിക്കലും നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യമാണ് അത് ദൈവത്തിനോട് നന്ദി പറയും ഇങ്ങനെ ഒരു മ്യൂസിക് ഫീൽഡിൽ എത്തിച്ചതിലും. പിന്നെ എൻ്റെ ഫാമിലിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ മ്യൂസിക്കാണ് താല്പര്യം എന്ന് കണ്ടിട്ട് ആദ്യം തന്നെ പാരൻസും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അതിനോട് അവർ കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ അതിൽ തന്നെയാണ് ഞാൻ മ്യൂസിക്കിൽ തന്നെയാണ് ഡിഗ്രി എടുത്തതും. അപ്പം അതും പിന്നെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വളരെ എന്താ പറയുക, ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ്. അമ്മയാണെങ്കിൽ നല്ല പാട്ടുകാരിയാണ്, പിന്നെ ഫാദർ ഇൻ ലോ ആണെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും കൂടെ വരാറുണ്ട്, വളരെ സപ്പോർട്ടീവാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ കുറേ കുട്ടികൾ നന്നായിട്ട് പാടുന്ന ആളുകൾ ഇങ്ങനെ കഴിവുണ്ടായിട്ടും പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പം ആളില്ലാതെ കുറേ ഒതുങ്ങി നിൽക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനോടൊക്കെ ഹസ്ബൻഡ് ആണെങ്കിലും
വെരി സപ്പോർട്ടീവാണ്. മോളുണ്ട്, മോളും വളരെ എന്താ പറയാ അവരുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയില്ലേ നമുക്ക് കൂട്ടത്തിലാണോ? മോള് നന്നായിട്ട് വരയ്ക്കും, അവൾക്ക് വരയ്ക്കാനാണ് കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പം പാടുന്നുണ്ട്, കുറച്ച് പാടും. കേൾക്കുന്നത് പാട്ടാണല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും പാടുന്നുണ്ട്. സിന്ധു നേരത്തെ പറഞ്ഞല്ലോ ഈ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ പാട്ടുകളൊക്കെ പാടുമ്പോൾ അവർ നേരെ വന്നുകൊണ്ട് അഭിനന്ദിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് കാലത്ത് അല്ല പെരുന്നാൾ കാലത്ത് പോയിട്ട് കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഈ മാപ്പിളപ്പാട്ടോ ഭക്തിഗാനങ്ങൾ ഏതാണ്? മാപ്പിളപ്പാട്ടുകൾ ഞാൻ എപ്പോഴും അവര് എപ്പോഴും പഴയ പാട്ടുകളോടാണ്. ഇപ്പം നേരത്തെ പാടിയില്ല, ഇപ്പം മാണിക്യമൽ റായ് പൂവി പോലുള്ള പഴയ പാട്ടുകൾ, റംലത്ത പാടിയ പാട്ട്, മൂസക്ക പാടിയ പാട്ട്, പീർ മുഹമ്മദ്, അതും ഒരു ഇതാണ് കേട്ടോ. അവരുടെ കൂടെയൊക്കെ പ്രോഗ്രാംസ്. പുള്ളിയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? മൂസക്ക പാടിയതാണ്. ഇപ്പൊ മാണിക്യമൽ റായ് പൂവിയുടെ പാട്ടാണ്. ഈ പരലോകത്തെ കുറിച്ചൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? ഞാൻ നോക്കാം. മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീടേടി ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീടേടി ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ. നമ്മളെ പാട്ട് കേട്ട എല്ലാവരും ശരിക്കും ലങ്കി മറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു നല്ല ലയം വന്നു. പക്ഷേ ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ 1000-ൽ കൂടുതൽ പാട്ടുകൾ പാടിയ സിന്ധു മറ്റേതെങ്കിലും പാട്ട് പാടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പാട്ട് പാടിയാൽ എനിക്ക് കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന പാട്ട് ഏതാണ്? മറ്റുള്ളവരുടെ പാട്ടല്ലേ? അങ്ങനെ ധാരാളം പാട്ടുകളുണ്ട് കേട്ടോ. എനിക്ക് പഴയ പാട്ടുകളൊക്കെ ബാബുക്കൊക്കെ ചെയ്തിരിക്കുന്ന ജാനകിയമ്മയൊക്കെ പാടിയിരിക്കുന്ന പാട്ടുകളൊക്കെ എല്ലാം ഒരുവിധം കുറെ പാട്ടുകൾ അങ്ങനെ ഒരു പാട്ട് അതെ അതെ. അപ്പൊ അത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പാടുന്ന ഭയങ്കര ആഗ്രഹമുണ്ടല്ലേ? ഓ, ഇനിയുള്ള ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ എന്താ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ ഒരു ഉള്ള ഒരാളല്ല. ഈ ഒരു സംഗീതം എൻ്റെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അതിൽ തന്നെ കുറച്ച് നല്ല നല്ല പ്രോഗ്രാംസ് ഇപ്പോൾ ഞങ്ങൾ ഭജൻസ് ചെയ്യാറുണ്ട്, ഞാനും മദറിലും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഇറക്കണം എന്നുണ്ട്. അതായത് ഭജൻസിൻ്റെ ഒരു കാസറ്റ് ഞങ്ങളായിട്ട് പാടിയിട്ടുള്ള ഒരു വർക്ക് ഇറക്കണം എന്നുണ്ട്. പിന്നെ ക്ലാസിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിലും കച്ചേരി ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. വളരെ ഒരു പേടിയാണ്. അതുകൊണ്ട് ഒരു കച്ചേരി ചെയ്യണം എന്നുണ്ട്. പിന്നെ കൂടുതൽ കോൺസേർട്സുകളും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മ്യൂസിക് സംഗീതത്തിന്റെ മേഖലയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. റംസാനിലൂടെ എന്ന പരിപാടിയുടെ സിന്ധുവുമായിട്ടുള്ള ഈ എപ്പിസോഡ് പോയത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. കാരണം അത്രയും രസകരമായിരുന്നു സിന്ധുവിൻ്റെ സംസാരവും സമീപനവും ഗാനങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് ഈ തിരക്കുള്ള ഒരു സമയത്തും സിന്ധുവിന് വളരെ മുക്കിന് എന്തൊക്കെയോ തകരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എന്നാൽ പോലും വളരെ മനോഹരമായി നമുക്ക് മുമ്പിൽ പാട്ടുകളൊക്കെ സമർപ്പിച്ചു, നോമ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവച്ചു. ഇനി നമുക്ക് സിന്ധുവിനോട് ഈ എപ്പിസോഡിലൂടെ വിട പറയാം. നമുക്ക് ഏതായാലും നമുക്ക് സിന്ധു നമ്മുടെ ഈ റംസാനിലൂടെ നമുക്ക് ഈ നോമ്പ് കാലത്ത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള സന്ദേശം അല്ലെങ്കിൽ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ താങ്കൾക്ക് പറയാനുള്ള കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു പുണ്യദിനത്തിൽ ഇന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ട് കുറച്ച് എൻ്റെ അനുഭവങ്ങൾ പങ്കിടാൻ സാധിച്ചതിൽ. പിന്നെ ഈ പുണ്യമാസത്തിൽ ഇങ്ങനെ എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട്. ഇതിൽ എനിക്ക് KCLൻ്റെ ആളുകളോടും പ്രത്യേകിച്ച് ഷൗക്കത്തലി പറഞ്ഞ മാതിരി തന്നെ ഞാനും അറിഞ്ഞില്ല, ഇതൊരു ഇൻ്റർവ്യൂ അല്ല, നമ്മളൊരു എന്താ പറയുക ഒരു വളരെ ഒരു രസകരമായൊരു ടോക്കായിരുന്നു. അപ്പം അതും ഷൗക്കത്തലിയായിട്ടുള്ള ഈ ഒരു ഇതിൽ കൂടാൻ സാധിച്ചാലും വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു വലിയൊരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ പെരുന്നാളിനെ കാണുന്നത്.
അപ്പം എന്തായാലും അത്തരത്തിലുള്ള ഒരു നല്ലൊരു ചെറിയ പെരുന്നാൾ തന്നെ ആവട്ടെ ഈ പ്രാവശ്യവും ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.